ശബരിമല വീണ്ടും 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 സംഘർഷത്തിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ 1997-98 കാലം മുതൽ എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 37 വർഷം മുമ്പ്, അല്ല 2027-28 വർഷം മുമ്പ്, 27-28 വർഷത്തിനും ഇടയ്ക്ക് ശബരിമലയിൽ മോഷണം നടന്നിരിക്കുന്നു. എത്ര ഗവൺമെൻറ്റാണ് ഇവിടെ വന്നത്? ആരെല്ലാം ഇവിടെ ദേവസ്വം ബോർഡ് മന്ത്രിയായി? ആരെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി? പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ ഇനി ചോദ്യം ചെയ്യാൻ പറ്റുമോ? ആരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടത്? ദേവസ്വം പ്രസിഡന്റുമാരൊക്കെ, ദേവസ്വം ഉദ്യോഗസ്ഥരാരൊക്കെ? 97 മുതൽ ഇതുവരെ എടുക്കുമ്പോൾ 10-27 വർഷക്കാലത്തെ 28 വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കണം. അത് SIT എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് കഴിയുമോ എന്നറിയില്ല. എന്തായാലും SITയുടെ പ്രവർത്തനത്തിൽ ഹൈക്കോടതി വളരെ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ 1.5 മാസം കൂടി, 6 ആഴ്ച കൂടി സമയം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സ്റ്റാഫിനെ വയ്ക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. പോലീസ് ഓഫീസർമാരെ വയ്ക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോടതിയെ ഭ്രമിപ്പിച്ചതല്ലേ കോടതിക്ക് ഒരു മോഹം വന്നത്? ഇവർ വളരെ തണുത്ത മട്ടിൽ പോയതിനു ശേഷം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേതാക്കളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ പ്രശ്നമുണ്ടല്ലോ, വളരെ മട്ടിൽ പോയതിനു ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേരിട്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ KP ശങ്കരദാസിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കി. ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്യുകയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉന്നതരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയൊക്കെ ചെയ്തപ്പോൾ കോടതിക്ക് അവരോടൊരു താല്പര്യമായി. കൊള്ളാം, നിങ്ങൾ മിടുക്കന്മാരാണെന്നുള്ള നിലയിൽ. പക്ഷെ ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം, ഇനി ചോദ്യം ചെയ്യാൻ കിടക്കുന്നവരെല്ലാം വൻ സ്രാവുകളാണ്. ഒന്ന് പിണറായി വിജയൻ. കാര്യം ഉണ്ണികൃഷ്ണനും പിണറായി വിജയനുമായിട്ട് ബന്ധമുണ്ടോ? ചോദ്യം ചെയ്യേണ്ടി വരും. ഉണ്ണികൃഷ്ണനും അടൂർ പ്രകാശുമായി ബന്ധമുണ്ടോ? അടൂർ പ്രകാശ് അടുത്ത മന്ത്രിയൊക്കെ ആവാൻ നിൽക്കുന്ന ആളാണ്, ചോദ്യം ചെയ്യേണ്ടി വരും. ആന്റോ ആന്റണിയും, പത്തനംതിട്ട MP ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണനുമായിട്ട് ബന്ധമുണ്ടോ? ചോദ്യം ചെയ്യേണ്ടി വരും. ഇതിനേക്കാളൊക്കെ SITയെ കുഴയ്ക്കുന്നത് Z കാറ്റഗറിയുള്ള, സുരക്ഷാ കാറ്റഗറിയുള്ള ജൻപത് 10-ലെ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ മൊഴിയെടുക്കേണ്ടി വരുമോ? ചോദ്യം ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, മൊഴിയെടുക്കേണ്ടി വരുമോ എന്നൊരു സംശയം SITക്ക് ഉണ്ട്. അതൊരു വലിയൊരു സംശയമാണ്. പിന്നെ ഈ വിഷയത്തിൽ, ഇതിൽ പറയുന്ന ഈ ശബരിമല വിഷയത്തിൽ വലിയ കള്ളത്തരം കാണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ സ്വർണ്ണ മുതൽ കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ എവിടെയൊക്കെ, ഏതൊക്കെ രാജ്യം, വിദേശ രാജ്യങ്ങളുണ്ടെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് CBI വേണം എന്നൊരു ഡിമാൻഡ് രമേശ് ചെന്നിത്തലയൊക്കെ പുറത്തു വച്ചിരിക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ CBIക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നതും. അതിനിടയിലാണ് ED അന്വേഷണവുമായി വന്നിട്ടുണ്ട്. ED കുറേ വിവരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം എന്നിടത്താണ് എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനിടയിൽ ഇതിനെ രാഷ്ട്രീയമായി കൂടി പ്രയോജനപ്പെടുത്തുക എന്നുള്ള സാഹചര്യത്തിൽ BJP ശക്തമായ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരി 20 കഴിഞ്ഞാൽ സമര പരമ്പരയാണ്. നാമജപഘോഷയാത്രയാണോ, പാട്ടാണോ, കൂത്താണോ എന്താണെന്നറിയില്ല. ജനുവരി 20 കഴിഞ്ഞാൽ വലിയ സമര പരമ്പരയാണ് കോൺഗ്രസ് UDFും ഈ സ്വർണ്ണക്കേസിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. BJP ദീപജ്വാല എന്നൊക്കെ പറഞ്ഞ് ദീപം തെളിക്കൽ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരും രംഗത്തുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് ആരൊക്കെയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയത്, അവരുടെ ബന്ധങ്ങൾ ഏതൊക്കെയാണ്, തൊണ്ടി മുതൽ എവിടെയാണ്. ഇത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് വേറെ രാഷ്ട്രീയവും മറ്റു കാര്യമൊന്നും അറിയേണ്ട കാര്യമില്ല. തൊണ്ടി മുതൽ എവിടെയാണ്, അത് ഏത് രൂപത്തിലാണ്, ഏത് രാജ്യത്തേക്കാണ്, ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ്, ഏത് സംസ്ഥാനത്തിലാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ്, ഏത് വ്യക്തികളിലേക്കാണ്, ഏതൊക്കെ വ്യക്തികളിലേക്കാണ് സ്വർണം ഏത് രൂപത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയാനാണ് നമുക്ക് താല്പര്യം. തൊണ്ടി മുതൽ കിട്ടിയേ കഴിയൂ.